എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണേണ്ടവർക്ക് കാണാം, ഉപകാരപ്രദമാവും. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു രീതിയിൽ പ്രസ്താവന ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേറ്ററ്റ് എക്സാമുകളിൽ മുൻ വർഷത്തെ ഏത് ചോദ്യങ്ങൾ എടുത്തു നോക്കിയാലും ഇങ്ങനൊരു ചോദ്യങ്ങൾ എപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട്. അതായത് 4 പ്രസ്താവനകൾ തന്നിട്ട് അതിൽ തെറ്റായത് കണ്ടുപിടിക്കുക എന്നതിനെ പറ്റി. ശരിയായത് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്, തെറ്റായത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇത് വായിച്ച് കുറച്ച് സമയം കളയാറുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് ഉത്തരത്തിലേക്ക് എത്താമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മോഡലാണ് ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നിരിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു. ഓപ്ഷൻ ബി, ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു. ഓപ്ഷൻ സി, ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ഡി, ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു. ഓക്കെ, നമ്മളിതിങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ എന്താ പറയുന്നത്, ഏറ്റവും ചോദിച്ചിരിക്കുന്നത് വായിക്കുമ്പോഴും മനസ്സിലാവും അത് തെറ്റായേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മളിത് വായിച്ചപ്പം ഓപ്ഷൻ ഡി ആണ് നമുക്കിത് എന്തോ ഒരു പറഞ്ഞത്, ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു. അവിടെയാണ് തെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വായിച്ചു നോക്കി, മറ്റ് ഓപ്ഷനുകളൊന്നും വായിച്ചു നോക്കണ്ട. വായിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ ഡി എന്ന ഉത്തരത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു പാട്ട് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് തെറ്റെന്നുള്ളത് തോന്നും. നമ്മൾ വായിക്കുമ്പോൾ തന്നെ അത് തെറ്റാണല്ലോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ളത് കറക്റ്റായിരിക്കും. അപ്പോൾ അത് തന്നെ ഉത്തരത്തിലേക്ക് നേരിട്ട് തന്നെ എത്തും. നിങ്ങൾ അതിന് സമയമൊന്നും കണ്ട വീണ്ടും ഇത് വായിച്ചു നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ ഉത്തരത്തിലെത്തി ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ പറയുന്നത് ഗ്രേഡിംഗ് സമ്പ്രദായത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മറ്റേ 3 കാര്യങ്ങൾ ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, അത് പഠിച്ചു വെക്കുക. ഓക്കെ.